നമസ്കാരം. ലോകത്ത് ഏത് ദുരന്തം സംഭവിച്ചാലും അപ്പോൾ തന്നെ അതിൻ്റെ ഭാഗമായി ഒരു കോൺസ്പിറസി തിയറി ഉണ്ടാവും, അല്ലെങ്കിൽ ഗൂഢാലോചന സിദ്ധാന്തമുണ്ടാവും. അതിപ്പോൾ ലോകത്ത് എന്ത് വലിയ സംഭവമാണെങ്കിലും അഹമ്മദാബാദിലെ വിമാനാപകടം മുതൽ അതിനു മുമ്പ് വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം വരെ ഇത്തരം ഗൂഢാലോചന തിയറികൾക്ക് ബാധകമാണ്. അത്തരമൊരു ഗൂഢാലോചന തിയറി ഇന്നലെ അജിത് പവാറിൻ്റെ അപകട വാർത്തയിൽ ആദ്യം സൃഷ്ടിച്ചത് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ്. മമതയെ സംബന്ധിച്ചിടത്തോളം മമത കടുത്ത കേന്ദ്ര സർക്കാർ വിരുദ്ധയാണ്. പ്രതിപക്ഷത്തെ മുഴുവൻ ഇല്ലാതാക്കാൻ, അവരെ കൊന്നുകളയാൻ പോലും അമിത്ഷായും മോദിയും ശ്രമിക്കും എന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ഉപമുഖ്യമന്ത്രി, അതും കരുത്തനായ ഒരു ഉപമുഖ്യമന്ത്രി അജിത് പവാർ കൊല്ലപ്പെട്ടപ്പോൾ മമതാ ബാനർജി ആദ്യം ചിന്തിച്ചതും പറഞ്ഞതും സംവാദത്തിലേർപ്പെട്ടതുമൊക്കെ ഇതിൻ്റെ പിന്നിൽ ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞാണ്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അത് തള്ളിക്കളഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എന്തൊരു പൊളിറ്റിക്സ് ആണ് ഇത് ഡേർട്ടി പൊളിറ്റിക്സ് ആണ്. ഒരു മനുഷ്യൻ അപകടത്തിൽപ്പെട്ട് മരിക്കുമ്പോൾ ആ മരണത്തിൻ്റെ വേദനിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ആ സംസ്ഥാനത്തെ ആശ്വസിപ്പിക്കുന്നതിന് പകരം അതിൽ കുത്തിത്തിരിപ്പുമായി ഇറങ്ങുന്നത് ഏതു തരം രാഷ്ട്രീയമാണ്? രാഷ്ട്രീയം എങ്ങനെയാണ് ഇങ്ങനെ തരം താഴുന്നത് എന്നാണ് ഫട്നാവിസിൻ്റെ ചോദ്യം. ഇത് ആദ്യമായി ചരിത്രത്തിൽ സംഭവിക്കുന്നതല്ല. ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോഴൊക്കെ ഇത്തരം ആരോപണങ്ങളും ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾ VVIP വിമാനയാത്ര ചെയ്യുമ്പോൾ അയാളുടെ സുരക്ഷയുടെ കാര്യത്തിൽ വീഴ്ചയുണ്ടായാൽ അത് സ്വാഭാവികമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ ലോകത്തെ മനുഷ്യനെ യാത്ര ചെയ്യിപ്പിക്കുന്ന സംവിധാനങ്ങളിൽ ഏറ്റവും സുരക്ഷിതം വിമാനമാണ്. അത് അപകട നിരക്ക് നോക്കൂ, ഏറ്റവും അധികം അപകടമുണ്ടാകുന്നത് റോഡുകളിലാണ്. അപ്പോൾ റോഡുകളിൽ യാത്ര ചെയ്യുന്ന വാഹനങ്ങളുടെ എണ്ണവും അപകടത്തിൻ്റെ എണ്ണവും തമ്മിൽ താരതമ്യം ചെയ്താലും മറ്റ് ഉപാധികളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അപകടമുണ്ടാവുക റോഡിലാണ്, പിന്നീട് ട്രെയിനാണ്. അതുകൊണ്ട് തന്നെ വിമാനയാത്രയിലെ അപകടങ്ങൾ കുറവാണ്. വിമാനയാത്രയുടെ സുരക്ഷയാണ് കൂടുതൽ ഗൗരവമേറിയത്. അതുകൊണ്ട് ഒരു വിമാനാപകടം ഉണ്ടായി എന്നതുകൊണ്ട് ഒരാൾക്ക് പെട്ടെന്ന് വിമാനയാത്ര ഉപേക്ഷിക്കാൻ കഴിയില്ല. പക്ഷെ വിമാനയാത്രയുടെയും ട്രെയിൻ യാത്രയുടെയും അപകടത്തിൻ്റെ പ്രത്യേകത അത് യാത്ര ചെയ്യുന്ന ആളുടെ നിയന്ത്രണത്തിലല്ല എന്നതാണ്. ഇപ്പോൾ നമ്മൾ വിമാനത്തിൽ യാത്ര ചെയ്താൽ അപകടം പൂർണ്ണമായും വിമാന പൈലറ്റിനെ ആശ്രയിച്ചാണ്, അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്താൽ ആ ലോക്കോ പൈലറ്റിനെ ആശ്രയിച്ചാണ്. അതേസമയം കാറിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ, റോഡിലൂടെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഓടിക്കുന്ന ആളെ നിയന്ത്രിക്കാനും സുരക്ഷ ഉറപ്പാക്കാനും യാത്രക്കാരന് സാധിക്കും. ആ ഒരു വ്യത്യാസമുണ്ട്. ഇത്തരം കണക്കെടുക്കുമ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ടത് വിമാനാപകടങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ അപകടമുണ്ടാകുന്നത് ഈ സ്വകാര്യ ജെറ്റുകളാണ്. യാത്രാ വിമാനങ്ങളുടെ അപകട നിരക്ക് വെച്ച് നോക്കുമ്പോൾ വളരെ 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 കൂടുതലാണ് ഈ കൊമേഴ്ഷ്യൽ വിമാനം. ഹെലികോപ്റ്ററുണ്ട്, സ്വകാര്യ ജെറ്റുകളുണ്ട്, അതുപോലെ തന്നെ പ്രൊപ്പല്ലറുകളുണ്ട്, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ്സ് ഉണ്ട്, അതായത് യാത്രാ വിമാനങ്ങൾ. ഇതിൽ യാത്രാ വിമാനങ്ങൾക്കാണ് അപകടം കുറവ്. അതിന് കാരണം അസാധാരണമായ സുരക്ഷാ പ്രോട്ടോകോൾ പാലിച്ചേ പോകാൻ കഴിയൂ. എന്ത് സംശയം നമുക്കറിയാമല്ലോ, ബോംബ് ഭീഷണി ഉണ്ടാവുന്നു, ഒരാൾ വിളിച്ച് ബോംബുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ വിമാനം ഗ്രൗണ്ട് ചെയ്യും. അതായത് ഓർക്കണം, ആയിരക്കണക്കിന് മനുഷ്യരെ കുഴപ്പത്തിലാക്കുന്നതാണ് വെറുതെ ഒരു വ്യാജ ഫോൺ കോൾ മതി. അത്ര ശക്തമായ പ്രോട്ടോകോൾ ഈ കൊമേഴ്ഷ്യൽ വിമാനത്തിനുണ്ടെങ്കിൽ സ്വകാര്യ ജെറ്റുകൾക്ക് അത്രയും പ്രോട്ടോകോൾ ഇല്ല എന്നത് ശ്രദ്ധേയമാണ്. അത് വളരെ വിചിത്രമായ ഒരു സംഗതിയാണ്. എന്ന് മാത്രമല്ല, ഈ കൊമേഴ്ഷ്യൽ വിമാനങ്ങൾ ഉണ്ടാക്കുന്ന വലിയ കമ്പനികളാണെങ്കിൽ ഈ പറയുന്ന സ്വകാര്യ ജെറ്റുകൾ പലപ്പോഴും അത്രയും പ്രസിദ്ധമായ കമ്പനികളല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്ന കമ്പനിയുടെ കാര്യം നോക്കുക. ലിയർ ജെറ്റ് 45-6 എന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ഈ ലിയർ ജെറ്റ് എന്ന് പറയുന്ന ഒരു കനേഡിയൻ കമ്പനിയായിരുന്നു, പിന്നീട് അമേരിക്ക ഏറ്റെടുത്തു. എന്നാൽ 2021 ഇത് ഉൽപ്പാദനം നിർത്തി. ഒരു വിമാന കമ്പനി അതിൻ്റെ ഒരു പുതിയ വിമാനം നിർത്തിക്കഴിയുമ്പോൾ, അത് ഉൽപ്പാദിപ്പിക്കുന്നത് നിർത്തിക്കഴിയുമ്പോൾ സ്വാഭാവികമായും അപ്ഡേഷന് കുഴപ്പമുണ്ടാവും. അപ്പോൾ അത്തരം കുഴപ്പങ്ങൾ ഈ സ്വകാര്യ വിമാനങ്ങൾക്കുണ്ട്. ഇതിനു മുമ്പ് എത്രയോ YS രാജശേഖര റെഡ്ഡി നമ്മുടെ ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിരുന്നു, വിമാനാപകടത്തിലാണ് കൊല്ലപ്പെട്ടത്. ഒരുപാട് അപകടങ്ങൾ, ഇപ്പം യൂസഫ് അലി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതാണ്, ഹെലികോപ്റ്റർ അപകടമായിരുന്നു. യൂസഫ് അലി രക്ഷപ്പെടാൻ കാരണം ആ വിമാനം പോയി ലാൻഡ് ചെയ്തത് ചതുപ്പ് നിലത്തായിരുന്നു, അപ്പോൾ തീ പടർന്നില്ല. അത് ഭാഗ്യമായിരുന്നു, ദൈവാനുഗ്രഹമായിരുന്നു. എന്നാൽ ഈ വിമാനത്തിന് പറ്റിയത് എന്താണ്? ഈ വിമാനം പോയി ലാൻഡ് ചെയ്യുന്നത് സാധാരണ റൺവേയിലാണ്. ഈ റൺവേയിൽ ലാൻഡ് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം ശ്രദ്ധിക്കണം, ബാരാമതി വിമാനത്താവളം എന്ന് പറയുന്നത് ഒരു എയർഫീൽഡാണ്. അതൊരു വലിയ എയർപോർട്ടോ അല്ലെങ്കിൽ വിമാനങ്ങൾ ലാൻഡ് ചെയ്യുന്ന സ്ഥലമല്ല, ഇതൊരു എയർഫീൽഡ് മാത്രമാണ്. ഈ എയർഫീൽഡിലേക്ക് ഈ ജെറ്റ് വരുന്നു. ഈ ജെറ്റ് വരുമ്പോൾ അവിടെ കൃത്യമായ എയർ ട്രാഫിക് കൺട്രോൾ ഇല്ല. കാരണം ഇത്തരം പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമാണ് അവിടെ വിമാനം ലാൻഡ് ചെയ്യുന്നത്, അല്ലാതെ സ്ഥിരം വിമാനം വരുന്നില്ല. അങ്ങനെ വരുന്ന ഈ സാഹചര്യത്തിൽ അവിടെ എയർ ട്രാഫിക് കൺട്രോൾ ഇല്ല. അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു വിമാന പൈലറ്റ് പരിശീലന കേന്ദ്രമാണ് ഇതിൻ്റെ എയർ ട്രാഫിക് കൺട്രോൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കൃത്യമായി കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. അവർ ആ എയർഫീൽഡിലെ
സാഹചര്യം പരിശോധിക്കുന്നു, എന്നിട്ട് വേണ്ട നിർദ്ദേശം കൊടുക്കുന്നു. അപ്പോൾ ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ലാൻഡ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ വിമാനം ലാൻഡ് ചെയ്യുന്നതിന് അടുത്തെത്തിയപ്പോൾ ഈ എയർഫീൽഡിലുള്ള പൈലറ്റ് ട്രെയിനിങ് സെന്ററിനെ ബന്ധപ്പെടുന്നു. പൈലറ്റ് ട്രെയിനിങ് സെന്റർ അവിടെ എല്ലാം ക്ലിയർ ആണ്, നിങ്ങൾ നോക്കിക്കോണം, നോക്കിക്കിട്ട് ഇറങ്ങാവൂ എന്ന് പറയുന്നു. അതായത് കാണാൻ പറ്റുമെങ്കിൽ ലാൻഡ് ചെയ്യണം. ഇവിടെയാണ് ഈ ഗൂഢാലോചന തിയറി ശക്തമാവുന്നത്. കാരണം എങ്ങനെയാണ് അത്തരമൊരു സാഹചര്യത്തിൽ വിമാനം ലാൻഡ് ചെയ്തത്? ആ അപകടത്തിൽ ദുരൂഹതയുണ്ട്, സുരക്ഷാ വീഴ്ചയുണ്ട്, പ്രോട്ടോകോളിന്റെ വീഴ്ചയുണ്ട്. കാരണം ഉപമുഖ്യമന്ത്രിയാണ്, സർവശക്തനാണ് അജിത് പവാർ. അജിത് പവാറുമായി യാത്ര ചെയ്യുന്ന പൈലറ്റ് സ്വാഭാവികമായും ചില പ്രോട്ടോകോളുകൾ പരിശോധിക്കേണ്ടതുണ്ട്. ആ പ്രോട്ടോകോളുകൾ വേണ്ടതുപോലെ ഇവിടെ നോക്കിയില്ല. അതായത് വിമാനം ലാൻഡ് ചെയ്യാൻ വരുന്നു, ആദ്യം വന്നിട്ട് എയർഫീൽഡിന് സമീപത്തുള്ള പൈലറ്റ് ട്രെയിനിങ് സെന്ററിനോട് ഗ്രൗണ്ട് യാഥാർത്ഥ്യം ചോദിക്കുന്നു. അവർ പറയുന്നു, ഞങ്ങൾക്ക് ഇവിടുത്തെ ഒരു സാഹചര്യത്തിൽ നോക്കി പറയാൻ പറ്റും, പക്ഷെ കൃത്യമായി ഞങ്ങൾക്ക് വിലയിരുത്താൻ കഴിയില്ല. നിങ്ങളുടെ കാഴ്ച ശരിയാണെങ്കിൽ മാത്രമേ ലാൻഡ് ചെയ്യാവൂ. ഇപ്പോൾ തൽക്കാലം കാഴ്ചയ്ക്ക് കുറവൊന്നുമില്ല എന്ന് പറയുന്നു. വിമാനം ലാൻഡ് ചെയ്യാൻ വരുന്നു. ലാൻഡ് ചെയ്യാൻ എത്തുന്ന വിമാനത്തിന് റൺവേ കാണാൻ പൈലറ്റിന് കഴിയുന്നില്ല. സ്വാഭാവികമായും ഗോ റൗണ്ട് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ, വീണ്ടും ഉയർന്നു പൊങ്ങുക എന്ന രീതിയാണ്. അതിനുവേണ്ടി ശ്രമിക്കുന്നു. വീണ്ടും ഈ അടുത്തുള്ള പൈലറ്റ് പരിശീലന കേന്ദ്രത്തെ ബന്ധപ്പെടുന്നു. അപ്പോൾ അവർ പറയുന്നു, കാഴ്ച കുറവുണ്ട്, ലാൻഡ് ചെയ്യേണ്ട എന്ന് പറയുന്നു. സ്വാഭാവികമായും VVIP യാത്ര ചെയ്യുമ്പോൾ അടുത്തുള്ള വിമാനത്താവളം ഏതാണോ അങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ എവിടെയാണോ ലാൻഡ് ചെയ്യാൻ പറ്റുന്ന അവിടേക്ക് പോകണം. പക്ഷേ ഈ പൈലറ്റ് അവിടെ ചുറ്റിക്കറങ്ങി നടന്നു, വീണ്ടും ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചു, ലാൻഡ് ചെയ്തു. അപ്പോൾ പൈലറ്റിന് കാഴ്ച ഉണ്ട് എന്ന് സാഹചര്യം പൈലറ്റിനുള്ളപ്പോഴും അവിടെ മൂടൽമഞ്ഞുണ്ടായിരുന്നു, കാഴ്ചക്കുറവുണ്ടായിരുന്നു. മാത്രമല്ല ഈ ഒരു പ്രത്യേക തരത്തിൽ ഈ വിമാനം കൃത്യമായ എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടും ഇവിടെ ഒരു എപ്പോഴും വിമാനം ഇറങ്ങാത്തത് കൊണ്ടും പൈലറ്റിന് ദൃശ്യക്കുറവുള്ളപ്പോൾ സാങ്കേതികമായി പൈലറ്റിന് ഇതിന് സ്വന്തം നിയന്ത്രണം ഏറ്റെടുത്ത് ഈ ദൃശ്യക്കുറവിനെ അതിജീവിക്കുന്ന സാങ്കേതിക വിദ്യയുണ്ട്. ഇൻസ്ട്രുമെന്റൽ ലാൻഡിംഗ് സിസ്റ്റം എന്നാണ് അറിയപ്പെടുന്നത്. ഈ സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ പൈലറ്റിന് കാഴ്ചക്കുറവുണ്ടായിരുന്നിട്ടും ഈ കാഴ്ചക്കുറവിനെ അതിജീവിക്കാനുള്ള ഈ ഇൻസ്ട്രുമെന്റൽ ലാൻഡിംഗ് സിസ്റ്റം ഇല്ലാതിരുന്നിട്ടും എന്തുകൊണ്ട് ലാൻഡ് ചെയ്തു എന്ന ചോദ്യം പ്രസക്തമാണ്. എന്തുകൊണ്ട് ഇവിടെ കൃത്യമായൊരു എയർ ട്രാഫിക് കൺട്രോൾ ഇല്ലാത്തിടത്ത്, കൃത്യമായി കാഴ്ചകൾ കാണാത്ത സാഹചര്യത്തിൽ ഈ പൈലറ്റ് ലാൻഡ് ചെയ്യിപ്പിച്ചു എന്ന ചോദ്യമാണ് പ്രസക്തമാവുന്നത്. ഇതാണ് ഈ ഗൂഢാലോചന തിയറി ഉയർത്തുന്നവരുടെ വാദം. വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് ഇനി 10-25 വർഷം കൂടി സർവാധികാരിയെ തുടരാൻ സാധ്യതയുള്ള ഒരു മനുഷ്യനാണ്. ആ VVIPയെ പരിഗണിക്കുമ്പോൾ വേണ്ട ഉത്തരവാദിത്വം എന്തുകൊണ്ട് പൈലറ്റ് കാണിച്ചില്ല? അതുകൊണ്ടാണ് ഇതിന്റെ പിന്നിൽ ദുരൂഹതയുണ്ട് എന്ന് ചിലരെങ്കിലും ആശങ്കപ്പെടുന്നത്. മാത്രമല്ല വിമാനം വന്ന് ലാൻഡ് ചെയ്യുന്നു, റൺവേയുടെ കാഴ്ച നമ്മൾ നോക്കിയാൽ അറിയാം, അതിന് വേണ്ടത്ര സുഖകരമായ രീതിയിൽ ഫിനിഷിംഗ് ഒന്നുമില്ല. ആ റൺവേ വിമാനം വന്ന് ലാൻഡ് ചെയ്യുന്നത് ആടിയുലഞ്ഞാണ്. ലാൻഡ് ചെയ്ത് നേരെയല്ലെന്ന് മാത്രമല്ല, എന്നിട്ട് വിമാനം നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി റൺവേയുടെ പുറത്തേക്ക് പോവുകയാണ്. പുറത്തേക്ക് പോകുമ്പോൾ തന്നെ ഈ ലാൻഡിങ് ശരിയല്ലാത്തത് കൊണ്ട് അതിൻ്റെ ടയറിൽ നിന്നും തീ പടർന്നു. കാരണം അത്ര ശക്തമായി വന്ന് ഉരച്ച് വിമാനം മുമ്പോട്ട് പോയപ്പോൾ ടയറിൽ നിന്ന് തീ പടർന്നു. ഇത് റൺവേയിൽ നിന്ന് തെന്നി താഴേക്ക് വീണപ്പോഴേക്കും ആ തീ പടർന്ന് അത് ഇന്ധനത്തിലേക്ക് കലർന്ന് സ്ഫോടനമായി. വലിയ സ്ഫോടനത്തിൽ തകർന്നുപോയി. ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോഴൊക്കെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ എത്തിച്ചു എന്ന് പറയുന്നത് വെറുതെയാണ്. കാരണം അപ്പോൾ തന്നെ ഒറ്റയടിക്കത് അഗ്നി വിഴുങ്ങി അജിത് പവാർ അടക്കമുള്ള 6 പേരും വെന്തു മരിച്ചു എന്നതാണ് വാസ്തവം. കാരണം അത്ര ഉഗ്ര സ്ഫോടനമായിരുന്നു. ആ സ്ഫോടനത്തിലെല്ലാം തകർന്നുപോയി, കത്തിപ്പോയി. ഇത്തരമൊരു സുരക്ഷാ വീഴ്ച ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്നത് ഗൗരവമായി കാണണം. അജിത് പവാറിനെ പോലെ സർവശക്തനായ ഒരാൾ യാത്ര ചെയ്യുന്ന വിമാനം എന്തുകൊണ്ട് ഇത്ര ഒരു സുരക്ഷാക്കുറവിൽ ലാൻഡ് ചെയ്യാൻ സാഹചര്യം ഒരുക്കി? ഈ വിമാനാപകടങ്ങൾ പതിവായി സംഭവിക്കുന്നതാണ്, പ്രത്യേകിച്ച് സ്വകാര്യ ജെറ്റുകൾ. അപ്പോൾ ആ ഉത്തരവാദിത്വമില്ലായ്മയാണ് ഗൂഢാലോചന തിയറിയായി രൂപപ്പെട്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം ഇതിന്റെ ഡെവലപ്മെന്റുകൾ എങ്ങനെയാണെന്ന്. എന്തായാലും ഇതുവരെ പുറത്തേക്ക് വന്നിരിക്കുന്ന വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് അപകടമാണ്. ഗൂഢാലോചന തിയറി ഉന്നയിക്കുന്നവരോട് ഉത്തരം പറയേണ്ട ബാധ്യത ഇതിൽ ദുരൂഹതകളുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ വിമാനം ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചത്? അജിത് പവാറിനെ പോലെ സർവശക്തനായ ഒരാളെ എന്തുകൊണ്ട് ജീവൻ രക്ഷിക്കേണ്ട സാഹചര്യമുള്ളതുകൊണ്ട് അപകട സാധ്യത ഒഴിവാക്കി ഈ ലാൻഡിംഗ് മാറ്റിവെച്ചില്ല? ഇത്തരം ചോദ്യങ്ങളൊക്കെ ഇനി ബ്ലാക്ക് ബോക്സ് എടുത്ത് അന്വേഷിച്ച് മാത്രമേ കണ്ടെത്താൻ കഴിയൂ.